ഹേ ഓൾ, വെൽക്കം ടു കാശ്മീർ ഡയറീസ് പാർട്ട് 2. ഇന്ന് ഞങ്ങളുടെ ഡേ 4 ധൂത് പത്രി, ഡേ 5 പഹൽഗാം, ഡേ 6 ഗുൽമാർഗ് വിശേഷങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ധൂത് പത്രി പോകുന്ന വഴിയരികിലുള്ള ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറി ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തായിരുന്നു. ധൂത് പത്രി ചെന്നപാടെ ക്ലൈമറ്റ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് വലിപ്പിച്ചു. മഴ തുടങ്ങി. എന്നാലും കാശ്മീരിൽ എവിടെയും പോലെ ഏറ്റവും മനോഹരമാണ് ധൂത് പത്രി. കാശ്മീരിൽ ഞങ്ങൾ പോയ ബാക്കി ഏതിടത്തിനെക്കാട്ടിലും പീസ്ഫുൾ ആയിട്ടുള്ള നേച്ചറിനോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു പ്ലേസ് ആയിട്ടാണ് എനിക്ക് ധൂത് പത്രിയെ തോന്നിയത്. ഇവിടെ ഞങ്ങൾക്ക് 2 നല്ല ചേട്ടന്മാരെ കിട്ടി പോണി റൈഡിനായിട്ട്. സത്യം പറയാമല്ലോ, നന്നായിട്ട് കെയർ ചെയ്തു. അവരെ കൊണ്ട് പറ്റുന്ന വിധം ഞങ്ങളുടെ റീൽസും ഫോട്ടോസും വീഡിയോസും ഒക്കെ നല്ല ഭംഗിയായിട്ട് എടുത്തു തന്നു. ധൂത് പത്രി എന്നാൽ വാലി ഓഫ് മിൽക്ക് എന്നാണത്രേ. പാറകളിലൂടെ തട്ടി തട്ടി വരുന്ന വെള്ളത്തിന് ശരിയാ വെള്ള കളർ ഉണ്ടായിരുന്നു കേട്ടോ. മഴ ഇപ്പം പെയ്യും എന്ന് പറഞ്ഞ് നിന്നിരുന്നുകൊണ്ട് ക്ലൈമറ്റ് ഞങ്ങളെ ഇച്ചിരി പേടിപ്പിക്കാതിരുന്നില്ല. പക്ഷേ എന്തായാലും കിട്ടിയ അവസരം ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ നവിക്കുട്ടിയും ആസ് യൂഷ്വൽ ഫുൾ ഓൺ ചാർജ്ഡ് ആയിരുന്നു. ശാലിഗംഗ നദിയിൽ കാല് നനച്ചും അവിടുത്തെ ലോക്കൽ ഫുഡ്സൊക്കെ ട്രൈ ചെയ്തും ഞങ്ങൾ കുറച്ച് ക്വാളിറ്റി ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നല്ല ഫോട്ടോസും എടുത്തു. എന്നിട്ടായിരുന്നു റിട്ടേൺ. തിരിച്ചു വന്നപ്പോഴല്ലേ രസം. കുറച്ച് നേരം നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കല്ലുമഴയാണോ മഞ്ഞുമഴയാണോ ഒന്നും മനസ്സിലാവാതെ ആലിപ്പഴം പെയ്യാൻ തുടങ്ങി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നെങ്കിലും നല്ല പെയിൻഫുൾ ആയിരുന്നു. തൊടയിലോട്ടൊക്കെ ആലിപ്പഴം വീഴുമ്പോൾ എന്താ വേദന. അങ്ങനെ ഞങ്ങളുടെ കുതിരച്ചേട്ടന്മാർ ഞങ്ങളെയും കുതിരകളെയും എല്ലാം കൊണ്ട് ഓടി ഒരു മരത്തിൻ്റെ കീഴിൽ തങ്ങി. നിമിഷങ്ങൾ കൊണ്ട് ഹരിതാപവും പച്ചപ്പുമായിട്ട് കിടന്ന ഇടങ്ങളെല്ലാം മഞ്ഞുകൊണ്ട് നിറഞ്ഞു. മഴ ഒന്ന് മാറിയപ്പം കുതിരച്ചേട്ടന്മാർക്ക് താങ്ക് യു നല്ല ടിപ്പും ഒക്കെ കൊടുത്ത് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു. എക്സ്പീരിയൻസുകളുടെ കാര്യത്തിൽ ഈ ആലിപ്പഴ മഴയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ്. തിരിച്ച് കാർ എത്തിയപ്പോഴേക്കും മഴയൊക്കെ മാറി കാലാവസ്ഥ വീണ്ടും നന്നായി. ഈവനിങ് ഞങ്ങൾ ലാൽ ചൗക്കിൽ ഷോപ്പിങ്ങിന് പോയി. ദൈ കാണുന്നതാണ് ഗണ്ടാഘർ അഥവാ ക്ലോക്ക് ഹൗസ്. ഞങ്ങളുടെ ഡേ 5 ഞങ്ങൾ പോയത് പഹൽഗാമിലേക്കാണ്. ഇന്നും സ്റ്റാർട്ട് ചെയ്തത് ആപ്പിൾ തോട്ടത്തിൽ തന്നെയാണ്. ഇത്തവണ ഒളിച്ചു കയറിയതൊന്നുമല്ല. പെർമിഷനൊക്കെ വാങ്ങിച്ച് അവിടുത്തെ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ് ഒരു ആപ്പിൾ തോട്ടത്തിൽ കയറി. പെഹൽഗാമി നമ്മുടെ ടാക്സി പറ്റില്ല, യൂണിയൻ ടാക്സി എടുക്കണം. അങ്ങനെ ഞങ്ങൾ ABC വാലിയാണ് ബുക്ക് ചെയ്തത്. അതായത് ആരു വാലി, ബേതാബ് വാലി, ചന്ദൻ വാലി. ആദ്യം പോയത് ആരു വാലിയിലേക്കാണ്. മനോഹരമായ താഴ്വര. നവിക്ക് കൂട്ടായിട്ട് ബസന്തി എന്ന ആടിനെയും കിട്ടി. രണ്ടുപേരും ചേർന്ന് കുറേ ഫോട്ടോസ് എടുത്തു. ഉറങ്ങിക്കിടന്ന നവി അപ്പോഴാണ് ഒന്ന് ചാർജ് ആയത്. അവിടെ വെച്ച് അപ്രതീക്ഷിതമായി എൻ്റെ കൂടെ ആര്യയെ പഠിച്ച മിനൂറ്റി ബാബുവിനെയും കണ്ടു. പക്ഷെ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ലായിരുന്നു ഞങ്ങളുടെ പഹൽഗാം യാത്ര. പഹൽഗാമിലെ റോഡുകളിലെല്ലാം ഫുൾ ഓഫ് ഹെയർ പിൻ കർവ്സ് ആയിരുന്നു. ശീലമില്ലാത്തതുകൊണ്ടാവാം നവി ഇടയ്ക്ക് 2 തവണ ഛർദ്ദിച്ചു. അറിയാലോ, കുഞ്ഞിന് വയ്യാതായതോടെ ഞങ്ങളുടെ മൂടും പോയി. ആകെ ഒരു പേടിയുമായി. എന്തായാലും ആളൊന്നും ഓക്കെ ആയെന്നറിഞ്ഞപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്ത് ചന്ദൻ വാരിയും കണ്ട് മടങ്ങി. എൻഡിങ് വിത്ത് എ ബാങ് എന്ന് പറയുന്ന പോലായിരുന്നു ഞങ്ങളുടെ ഗുൽമാർഗ്. ലാസ്റ്റ് മിനിറ്റ് ആണ് ടിക്കറ്റ് കിട്ടിയത്. വീഡിയോസിലൊക്കെ 2-3 മണിക്കൂർ ആൾക്കാർ ക്യൂ നിൽക്കുന്നതൊക്കെ കണ്ട് പേടിച്ചാണ് വന്നത്. പക്ഷെ ഭാഗ്യം എന്ന് പറയട്ടെ, അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ക്യൂ ഒന്നും നിൽക്കേണ്ടി വന്നില്ല. അരമണിക്കൂറിനകത്ത് ഞങ്ങൾക്ക് ഗൊണ്ടോലയിൽ കയറി. ഗൊണ്ടോല എന്ന് വെച്ചാൽ കേബിൾ കാർ. കേബിൾ കാറിലൂടെയുള്ള ഈ വ്യൂ കണ്ടില്ലേ? കാശ്മീരി ഞങ്ങൾ കണ്ട ബാക്കി എല്ലാ പ്ലേസസിനെയും കവച്ചു കെട്ടി നമ്പർ 1 പ്ലേസ് ഗുൽമാർഗ് തന്നെയാണ് കൊണ്ടുപോയത്. ഫേസ് 1, ഫേസ് 2 എന്നിങ്ങനെ 2 സ്റ്റോപ്പാണ് ഗുൽമാർഗ് ഗൊണ്ടോലയ്ക്കുള്ളത്. ഞങ്ങൾ ഫേസ് 1, 2 ആൻഡ് 4 ടിക്കറ്റാണ് ബുക്ക് ചെയ്തിരുന്നത്. ഞങ്ങൾക്കും കൂട്ടിന് മുദാസിർ ഭായ് എന്ന് പറഞ്ഞ ഒരു അടിപൊളി ഗൈഡിനെയും കിട്ടി. പുള്ളി ഒരു സ്കീയിങ് ഇൻസ്ട്രക്ടർ കൂടെ ആയിരുന്നു. ഗുൽമാർഗിൻ്റെ മനോഹാരിതയും പ്രകൃതി ഭംഗിയും ആവോളം ആസ്വദിച്ച് വെള്ളയും മഴയും പാട്ടൊക്കെ പാടി മുദാസിർ ഭായിയുടെ സ്കീയിങ് കഥകളൊക്കെ കേട്ട് അങ്ങനെ ഞങ്ങൾ ഫേസ് 1 ഇറങ്ങി. ഈ ഗൊണ്ടോല ബുക്ക് ചെയ്യാൻ 3-4 തവണ നോക്കി പറ്റാതെ ഗുൽമാർഗ് കാണാൻ പറ്റാതെ കാശ്മീർ പോവേണ്ടി വരുമോ എന്നായിരുന്നു പേടി. എന്തായാലും അങ്ങനെ ഞങ്ങൾ ഫേസ് 1 ഇറങ്ങി. വിൻ്റർ സ്പോർട്സിലൊക്കെ ഒരു കൈ നോക്കാൻ എല്ലാവരും നല്ല എക്സൈറ്റഡ് ആയിരുന്നു. ഇത്തവണ ക്ലൈമറ്റും ഞങ്ങളെ ചതിച്ചില്ല. നല്ല തെളിഞ്ഞ ആകാശവും നോക്കത്താ ദൂരത്ത് പരന്നു കിടക്കുന്ന മഞ്ഞുമലകളും കാണാൻ തന്നെ ഭയങ്കര രസമായിരുന്നു. അവിടെ ചെന്നുടനെ ഓടിച്ചെന്ന് ഞങ്ങൾ സ്കീയിങ്ങിൻ്റെ എക്യുപ്മെൻറ്റ്സൊക്കെ ഒന്ന് വാങ്ങി. ഒരു കൈ നോക്കാമല്ലോ. ഞാനും രാജ്യം വീഴട്ടെ എന്നും പറഞ്ഞതാ സ്കീയിങ്ങിനൊക്കെ റെഡിയായി. തത്താ പിത്ത എന്ന് പറഞ്ഞാൽ പോകുന്നെങ്കിലും
ഞങ്ങൾക്കത് വലിയൊരു അക്കംപ്ലിഷ്മെൻ്റ് തന്നെയായിട്ടാണ് തോന്നി. ഇടയ്ക്ക് കുറേ തവണ വീണെങ്കിലും ഞങ്ങളും അവസാനം കുറച്ചൊക്കെ ഒന്ന് സ്കീ ചെയ്തു. താഴെ വീഴാതെ 10 സ്റ്റെപ്പ് പോയാലും അത് സ്കീയിങ് തന്നെയല്ലേ. അങ്ങനെ അതും സാധിച്ചു. എനിക്കിതേ അപ്പുറത്തെ ചേട്ടൻ്റെ പോലെ സ്പീഡിൽ പോകണമെന്ന് പറഞ്ഞപ്പം അതും ഞങ്ങളുടെ ചേട്ടൻ ദേ സാധിച്ചു തന്നു. പോകുന്ന കണ്ടില്ലേ. അമ്മയാണെങ്കിൽ ഇതൊന്നും എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ അമ്മയും നവിയും കൂടെ ഞങ്ങളൊരു സ്ലെഡ്ജിൽ കയറ്റി. അങ്ങനെ അവർക്കുമായി സ്നോയിലുള്ള ഫൺ ആക്ടിവിറ്റീസ്. കുറച്ച് ദൂരം പോയി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നവിക്ക് ചെറിയ പിണക്കമൊക്കെ ഉണ്ടായിരുന്നു. വിൻ്റർ സ്പോർട്സൊക്കെ ട്രൈ ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ ഞങ്ങൾ അവിടുത്തെ കാവയും മാഗിയും എഗ് ഓംലെറ്റും ഒക്കെ കഴിച്ച് വിശപ്പ് തീർത്തു. ഞാൻ പറഞ്ഞല്ലോ, ഈ മലയുടെ മുകളിൽ ഫുഡാണ് നമ്മുടെ ചെറിയൊരു പ്രശ്നം. ഞങ്ങളുടെ സോൻമാർഗിലെ ചേട്ടൻ പറഞ്ഞു തന്നൊരു ടിപ്പാണ് എപ്പോഴും മൾട്ടിപ്പിൾ ക്ലോത്തിങ്സ് ഇടണമെന്ന്. നവിയെ കണ്ടില്ലേ, നവി പോലും 2 ഉടുപ്പ്, 2 പാൻറ്, 2 സോക്സ്, അതിൻ്റെ മുകളിലാണ് ഇതെല്ലാം ഇട്ടേക്കുന്നത്. ബട്ട് കാര്യം ശരിയാട്ടോ, ഈ ഒരു ടിപ്പ് ഞങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്തു. ആദ്യം ചെറിയ പേടിയുണ്ടായിരുന്നെങ്കിലും പിന്നെ നവിക്കുട്ടി മഞ്ഞിലിറങ്ങി കളിക്കാൻ തുടങ്ങി. ഈ ഗുൽമാർഗ് ഫേസ് 2 പാകിസ്ഥാൻ LOC, അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ നിന്ന് വെറും 5 കിലോമീറ്റർ ദൂരെയാണത്രേ. വെയിലൊക്കെ ഒന്നുകൂടെ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് വാങ്ങിയ ജാക്കറ്റും ഗ്ലൗസും ഒക്കെ മാറ്റി ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങി. മഞ്ഞിൽ ബോളുണ്ടാക്കി എറിയലും മഞ്ഞുവാരി ഇടലും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടെ വരുമ്പോഴല്ലേ പറ്റുള്ളൂ. സില്ലി ആണോയെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ ഞങ്ങൾ എന്തായാലും ഒരുപാട് എൻജോയ് ചെയ്തു. ഫോൺ ഗൈഡിൻ്റെ കയ്യിലായിരുന്നു. പുള്ളി അത് മൊത്തം ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. കൂടെ ഓഫ് കോഴ്സ് ഞാൻ കുറച്ച് ഫിലിമി പോസുകളും ട്രൈ ചെയ്തു. അങ്ങനെ നവിക്കുട്ടനെയും കൊണ്ട് മാക്സിമം മഞ്ഞെല്ലാം എൻജോയ് ചെയ്ത് ഞങ്ങൾ തിരിച്ചിറങ്ങി. തിരിച്ചു വരുമ്പോൾ മൊത്തം മഞ്ഞിൻ്റെ വിശേഷങ്ങളായിരുന്നു നവിക്ക് പറയാനുണ്ടായിരുന്നത്. എന്തായാലും കാണാൻ പറ്റാതെ വന്നിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടമായിരുന്നേനെ ഈ ഗുൽമാർഗ്. ശരിക്കും ഞങ്ങളെല്ലാം മനസ്സിൽ മഞ്ഞു കോരിയിട്ടൊരു സ്ഥലം എന്ന് തന്നെ പറയാം. ലാസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങൾ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. എന്നാലും മിസ്സായിപ്പോയ ശങ്കരാചാര്യ ടെമ്പിൾ ഒന്ന് കാണാമെന്ന് വെച്ച് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. എൻ്റെ ഈശ്വര, എന്തോരം പടികളായിരുന്നെന്നറിയൂ. നവിയം കൊണ്ട് കയറാൻ ഞങ്ങൾ നന്നായിട്ട് പാടുപെട്ടു. നിന്നും ഇരുന്നും നടന്നും ഒക്കെ എന്തായാലും ഞങ്ങൾ അങ്ങനെ മുകളിലെത്തി തൊഴുതു. കാശ്മീർ റീലുകളിൽ എല്ലാവരും പറഞ്ഞിരുന്നതാണ് മൂൺലൈറ്റ് ബേക്കറിയും അവിടുത്തെ വാൽനട്ട് ഫഡ്ജും. അതും വാങ്ങി ഞങ്ങളുടെ Airbnbക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ എയർപോർട്ടിലേക്ക് പാക്ക് ചെയ്തിറങ്ങി. ചെക്കിന് ഇനിയും 3 മണിക്കൂർ ടൈമുണ്ട്. എന്തായാലും അത് വേസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞ് ഒരു തവണയും കൂടെ ഞങ്ങൾ ഷിക്കാര റൈഡിന് ഇറങ്ങി. ഷിക്കാരയിലിരുന്ന് പാട്ട് പാടണമെന്നുള്ള എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഐറ്റം കൂടെ ടിക്ക് ചെയ്തുകൊണ്ട് കാശ്മീർ ഡയറീസ് പൂർത്തിയാക്കുവാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് മെമ്മറീസ് കൊണ്ടാണ് ഞങ്ങൾ കാശ്മീർ വിടുന്നത്. എൻ്റെ വ്ലോഗ് കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു. ബൈ ബൈ. ഇവിടെ ഞങ്ങൾ എപ്പോഴും കേട്ടിരുന്നത് പോലെ ഖുദാ ഹാഫിസ്. ബൈ ഓൾ. सारे संसार का प्यार मैंने तुझी में पाया, तू मिले दिल खिले और जीने का क्या चाहिए.